കാളിയാർ പള്ളിയിൽ പോലീസ് നടത്തിയ നരവേട്ടയെക്കുറിച്ച് ഐ ജിക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു ദുരന്തമുണ്ടായത് ലോ ആൻഡ് ഓർഡർ ഐ ജി എന്ന നിലയ്ക്ക് എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ ശക്തമായി തന്നെ അപലപിക്കുന്നു. ഐ ജി ദുഃഖിച്ചോണ്ട് അപലപിച്ചോണ്ട് മാത്രമല്ല ശരിയാവോ? SP അൻവർ റാവുത്തർ കാണിച്ച പ്രവൃത്തിക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടി എടുക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഫാദർ ക്ലെമൻ കാളിയാറിനോടുള്ള മുൻവൈരാഗ്യം തീർക്കാൻ പോലീസ് സൂപ്രണ്ട് പദവി ദുരുപയോഗപ്പെടുത്തി തികച്ചും നാടകീയമായി തന്നെ അച്ഛനെ കൊലപ്പെടുത്തിയതിന് SP അൻവർ റാവുത്തർ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇൻ ഓൾ യുവർ പ്രസൻസ് ക്യാമറയും ഫ്ലാഷും ഒക്കെ റെഡിയാക്കി വെച്ചോ. ഞാൻ ഇപ്പൊ വരും അവനെ കൊണ്ട്. സർ വൺ മോർ ക്വസ്റ്റ്യൻ. നിനക്ക് തോന്നിവാസം കാണിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്റെ മറ്റേടത്തുനിന്ന് കൊണ്ടുവന്നാണ് കരുതിയോടാ പുല്ലേ. എന്നെ പറഞ്ഞു പറ്റിച്ച് അച്ഛനെ കുത്തി കൊല്ലിച്ചിട്ട് നീ എന്നോട് പക തീർത്തല്ലടാ റാസ്കൾ. സർ, കൂട്ടത്തിലൊരു സബോർഡിനേറ്റ് ഓഫീസറെ കുരുതി കൊടുക്കുകയും ചെയ്തു. യു ആർ അണ്ടർ സസ്പെൻഷൻ ആൻഡ് അറസ്റ്റ്. വെക്കണം സർ, വെക്കടോ. തനിക്കറിയാൻ മേലെ പണിക്കരെ, യവന്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാനും ആ മഹാപാപത്തിന് കൂട്ടുനിന്നു. തെറ്റിപ്പോയി. അൻവറിന്റെ വാക്ക് കേട്ടിട്ടല്ല സാർ ആ മഹാപാപത്തിന് കൂട്ടുനിന്നത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നറിയാതെ 10-12 മണിക്കൂർ സാർ അന്വേഷിച്ചു നടന്ന സാറിന്റെ സെൽഫോൺ ഇത് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യമെങ്കിൽ ദൈവം തമ്പുരാൻ കൊണ്ട് എത്തിച്ചു തന്നു എന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. അൻവർ, കണക്ട് ദിസ്. ഞാനാ ഭയ്യ, എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു. സാർ ഈ കോപ്പ് ഓഫ് ചെയ്തിട്ട് എവിടെ പോയിരിക്കുമായിരുന്നു? കർദിനാൾ ഈസ് ലാൻഡഡ്. അച്ഛനെ അവസാനിപ്പിക്കാൻ ആൾ വരും. ഭയ്യ, കർദിനാൾ, ആരാ സാർ ഇവരൊക്കെ? എനിക്കറിയില്ല. അറിയും. ഈ ശബ്ദം ആരുടേതാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. പറയണം സാർ. ഈ തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്കരുത്. ഭയ്യ പുന്നശ്ശേരി പിതാവിന്റെ അനിയൻ കളക്ടർ പോൾ വർഗീസ. പെരുന്നാൾ കവർ ചെയ്യാൻ വന്ന പ്രസ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയ ഒരു അഡീഷണൽ ബോണസ്. ആരാണിവൻ? കാർലോസ്, അച്ഛനെ കൊല്ലാൻ വേണ്ടി മോനായി വരുത്തിയവൻ. കാളിയാർ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം ആരാ തനിക്ക് ചോർത്തി തന്നത്? അമ്മച്ചിയെ കാണാൻ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അവിടെ വെച്ച് നിന്റെ എല്ലാ ദുരിതങ്ങൾക്ക് ഇന്ന് അവസാനമായിടാ ശീമോനെ. സിസ്റ്റർ അമലയെ കൊന്നത് കാളിയാറച്ചനാണെന്ന് തെളിഞ്ഞു. ഞങ്ങളത് തെളിയിച്ചു. പക്ഷെ ഏത് നിയമത്തെയും വിലയ്ക്ക് വാങ്ങാനുള്ള പണവും ശേഷം അച്ഛനുണ്ടെന്ന് ഓർത്തോ. മരണശിക്ഷ വിധിക്കേണ്ടത് കോടതിയല്ല, ശീമോന. ചോരയ്ക്ക് പകരം ചോര. സമയം കളയാതെ കാളിയറച്ചനെ കൊന്നോളാൻ അയാൾ എന്നോട് പറഞ്ഞപ്പോ ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു. എന്റെ പെങ്ങൾ കൊല ചെയ്യപ്പെട്ട പോലെ ഒരു കന്യാസ്ത്രീയും ഇനി ഈ നാട്ടിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല. എന്ത് തോന്നുവാസോടെ കാണിക്കുന്നത്? പോലീസിന് നിറകെ ചന്തയെ പൂരപ്പുറപ്പാടുന്ന കരുതിയോ? പിതാവില്ലാത്ത സമയത്ത് അരമനെ കയറാൻ പറ്റില്ല. പോലീസിനും ആരുടെ അനുവാദം ഇല്ലാതെ എവിടെ എപ്പ വേണേ കയറി ചെല്ലാച്ചോ. കളക്ടർ പോൾ വർഗീസ് എവിടെ? കളക്ടറെ അന്വേഷിക്കുന്ന പുന്നശ്ശേരി അരമനയിലല്ല, അത് കളക്ടറേറ്റിൽ പോയി അന്വേഷിക്കണം. അപ്പൊ പിന്നെ കളക്ടറേറ്റിലോ കളക്ടറുടെ ബംഗ്ലാവിലോ കിടക്കേണ്ട കാർ എന്താ ഇവിടെ കിടക്കുന്നത്? അത് പിന്നെ അറിയാൻ മേല. എന്തിനാ ചോ ഈ ലോഹ ഇട്ടുകൊണ്ട് ഇങ്ങനെ കള്ളം പറയുന്നത്? ലോഹ ഇട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ല.
എന്നാ പിന്നെ ലോഹ അടിച്ചു വെച്ച സത്യം പറയച്ചോ. സത്യമാ പറയുന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എങ്കിൽ ഞങ്ങൾക്കറിയാം, വഴിമാറ്. നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്നാണ്. Come on, quick, search. ഇറങ്ങി വാടോ ഭയ്യ, സഹോദരൻ. ട്രൈബ്യൂണലിന്റെ NOC, തന്നെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സമ്മതപത്രം. എന്താ പോരെ? അൻവർ, ടേക്ക് ഹിം. നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. തലസ്ഥാനത്തിരിക്കുന്ന ബലത്തിൽ നീ അധികം വാലുപൊക്കലേ മോനെ. മുഖ്യമന്ത്രി കസേരയിൽ അയാളും DIG കസേരയിൽ നീയും അധിക നാൾ വാഴുകയല്ലടാ. വാഴുന്ന കുറച്ചു കാലം കൊണ്ട് തീർത്ത് കെട്ടേണ്ടതെല്ലാം തീർത്ത് കെട്ടിയിരിക്കും ഈശോ പണിക്കർ. 1 മുതൽ എണ്ണിക്കൊണ്ട് അതിലൊടുക്കത്തേതാവാൻ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക്. അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. കർത്താവേ, വിലങ്ങ് വയ്ക്കാവനെ. വന്ധ്യപിതാവ് വന്നല്ലോ. കൊടിയും പറപ്പിച്ച് കാറക്കേറി നടന്നോ? കണ്ടില്ലേ, ഇവന്റെ കാക്കിപ്പട ഇവിടെ നിരങ്ങി വിരകി വെച്ചിരിക്കുക. കൊച്ചിറക്കാൻ കളിച്ച് കളിച്ച് മർമ്മത്തെ പിടിച്ചാ കളിക്കുന്നേ. മാമച്ച, എന്താ പണിക്കരെ ഇത്? പോളിനെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ്? ഫാദർ ക്ലെമൻ കാളിയാറിനെ കൊലപ്പെടുത്താൻ IG ജെയിംസ് ജോർജിനോടൊപ്പം കൂട്ടുനിന്നതിന്. അനുഗ്രഹിച്ച് ആശ്രയിച്ച് വിട്ടതല്ലേ രൂപതര കളങ്കം കഴുകിക്കളയാൻ. എന്നിട്ട് എന്തായി? സ്വന്തം അനിയനെ അരമനക്കരി വിലങ്ങും വെച്ച് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ ഈ തിരിക്കണ്ണുകൊണ്ട്? അരമന പേപ്പുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ലോക്കൽ കോൾ വിളിക്ക് കർദിനാൾ ഹൗസിലേക്ക്. കേരളത്തിലെ നസ്രാണികളെ മൊത്തം നിർത്തും തലസ്ഥാനത്ത് ഓവർകോട്ടിട്ടിരിക്കുന്ന കോമാളി രാമന്റെ നെഞ്ചത്ത് മനുഷ്യച്ചങ്ങല പോലല്ല, ഉരുക്ക് ചങ്ങല പോലെ. എന്നിട്ട് നിർത്തി പൊരിച്ചേരാൻ ഞാൻ ചുവപ്പുകൂടെ മൊത്തം. തീർന്നില്ല, അങ്കമാലിയിലെ പോലെ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കും ഈ മാമല മാമച്ചൻ. ഇങ്ങനെച്ചോ കുത്തിരുമേനി, കുത്തിരുമേനി. വിളിക്കുകയല്ല മാമച്ച, താൻ എത്ര തീ കോരിയിട്ടാലും പിതാവിനെ ആളി കത്തില്ല. ഈ കൈ കൊണ്ട് അരമന പേപ്പറിൽ ഒരു വരി പോലും എഴുതില്ല. ഇവന് വേണ്ടി ഫോണിൽ ഒരു നമ്പറും കറക്കില്ല. വാടാ, ഇങ്ങോട്ട് മാറോ. നിർത്ത് 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 നിർത്ത്. നീ ഇപ്പൊ പിടിച്ചോണ്ട് വെക്കോ. 24 മണിക്കൂറിനുള്ളിൽ നീ തന്നെ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീ എനിക്ക് സ്തുതിയാലും ഈശോമിച്ചിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്. 24 hours. It's very long a time. ഇവനെ കൊണ്ട് ആദ്യം നുണഞ്ഞ അമ്മിഞ്ഞ പാൽ കക്കിക്കാൻ എനിക്ക് 24 സെക്കൻഡ് മതി. തനിക്ക് പറ്റുമെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഇവനെ രക്ഷിച്ചെടുക്ക്. എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ എന്ന് വിളിക്കും. പിന്നെ കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ. ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ചു വരും ഞാൻ തന്റെ മുന്നിൽ. അന്ന് താനിങ്ങനെ കൊലവിളിക്കില്ല. ജീവിതത്തിൽ ആദ്യമായി നേരിന്റെ നേരെ തലകുനിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാവും അത്. Just count on count on count on count on. Disperse.
ചായ സൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണായിപ്പോ. അപ്പോഴാ അച്ഛന്മാരുടെ പാനപാത്രത്തിൽ കയറി പോലീസിന്റെ ഒരു പരിചമുട്ട് കളി. തിരുനക്കര മൈതാനത്ത് കിടത്തേണ്ട പോലീസ് പരേഡ് പുന്നശ്ശേരി തിരുമേനിയുടെ നെഞ്ചത്ത് വെച്ച് കിടത്തിയ തന്നെയും തന്റെ പരിവാരങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? താൻ തന്നെ പറ ഉത്തരം. ഇഷ്ടമുള്ള എന്തും ചെയ്യാം. എന്നാ കേട്ടോ, ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക. കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും പാതിരിപ്പട MC റോഡിലും KK റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുമേനിയുടെ അരമനയിലും കയറാം. കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോണ്ടി നോക്കാം. IG ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തനും തന്നോട് ചോദിക്കൂല. ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ് അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടുവന്ന് വെക്കാതെ വിടില്ല വടക്കോട്ട്. താങ്ക് യു സർ. IBയുടെ റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാമച്ചൻ കേരള ഗാർഡൻസിലിരുന്ന് കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിനെ വീഴ്ത്താൻ. ഈ മുടിയാൻ നേരത്തെ തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുമെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട്. ചാട്ടം മാമച്ചന്റെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം. ആയുസ് എത്താതെ ഒടുങ്ങുമെന്നാണ് ഭയം സർക്കാരിനെ. രാഹുകാലത്തിലാ സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത്. അതിന്റെ ഒരു കാലക്കേടായിരിക്കും. എടാവില്ല, ഈ ഒരു വടക്കം മാത്രമല്ല, ഒരു വെടക്കരം കൂടിയാ അല്ലേ? ആ, തനിക്ക് പറ്റിയ ഒരാളെ അകത്ത് കാത്തിരുത്തിയിട്ടുണ്ട്. താനൊന്ന് കാണണം. അവിടെ ഇരിക്കണോ? കാളിയാർ പത്രോസ് വൈദ്യൻ, കാളിയാർ അച്ഛന്റെ ഇളയപ്പൻ. ഓ, എന്റെ സമരസ്മരണികയിൽ ഒരു അധ്യായം മുഴുവൻ ഇയാളാ. കുടകിലും വയനാടൻ കാടുകളിലും ഞങ്ങളുടെ കൂടെ നടന്ന് പ്ലാന്റേഷനുകളിൽ ഞങ്ങളുടെ ചെങ്കുടി ആഴത്തിൽ കുത്തി നിർത്തിയത് ഇയാളാ. ഈ ബൂർഷ്വാ സന്തതി. പക്ഷെ ഇപ്പൊ വിശ്വാസിയായി, സത്യക്രിസ്ത്യാനിയായി. ബാംഗ്ലൂരിൽ ഹെർബൽ ഫാമിംഗ്, കുറുന്തോട്ടി കൃഷി, ഇതാ ഇപ്പോഴത്തെ കമ്പം. ആ പിന്നെ എന്നെ ഒരു ഉലുവാതീറ്റക്കാരനാക്കിയത് മൂപ്പരാ. ആ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഈശോ പണിക്കർ. ഇടമറ്റം പാലക്കൽ തറവാട്ടിലാണല്ലേ, തീക്കണലാണെന്ന് ഇയാള് പറഞ്ഞു. അതല്ലേ മധ്യമേഖലയിലെ റബ്ബർ കാട്ടിലേക്ക് തന്നെ ഞങ്ങൾ ഓനയെടുത്തിട്ടത്. കിടന്നുരുകട്ടെയല്ല. എന്റെ അച്ഛൻകുട്ടിയെ അവൻ കുർബാന ചെല്ലുന്ന പള്ളിയുടെ മുറ്റത്തിട്ട് തന്നെ കുത്തി കീറുന്നത് താൻ കണ്ടില്ലേ പണിക്കരെ? അച്ഛനെ കുത്തിയവനെ എനിക്ക് വേണ്ട. അവനൊരു കൂലിക്കാരൻ മാത്രമാ. അവന്റെ കയ്യിലേക്ക് കത്തി എടുത്തു കൊടുത്തവനെയാ എനിക്ക് വേണ്ടത്. പണിക്കർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ലേ രണ്ടുപേരെ, IG-യും കളക്ടറും? ഒരു 5 നിമിഷം എനിക്ക് വിട്ടുതരാം അവരെ. സത്യം ഞാൻ പറയിക്കാം. അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരല്പം സമയം കൂടി എനിക്ക് വേണം. ബ്ലൈൻഡായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല. ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട്. അച്ഛന്റെ ഇടവും വലവും നിഴൽ പോലെ നിന്നവരെ തന്നെയാ കാവൽമാരായതും. സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനായിരുന്നു അച്ഛൻ. ആ സ്വഭാവം അവസാനം കൊലക്കത്തിയായി. താനിങ്ങനെ ഓവർ ഇമോഷണൽ ആവരുത്. തനിക്കറിഞ്ഞുകൂടേടോ, എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന സ്വത്താ അച്ഛൻ. അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല, മകനില്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല. വളർത്തതിനേക്കാൾ ഒരുപാട് വളർന്നുപോയി. ലോകയിട്ട രാഷ്ട്രീയക്കാരൻ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ജന്മവാത്. അപ്പനെയും അമ്മയെയും നക്സലൈ ശിവൻകുട്ടി വെട്ടിയെറിയുന്നത് കണ്ടു നിന്ന കണ്ണുകളാ അവൻ്റേത്. അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പകയുണ്ട്, ഒടുങ്ങാത്ത തീ. ഓരോ പ്രാവശ്യവും അത് അണയ്ക്കാൻ ശ്രമിക്കും തോറും ആളിക്കത്തിയിട്ടേ ഉള്ളൂ. ഒരു പ്രത്യേക ജീന, ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ. മനസ്സിന്റെ സ്ഥാനത്തൊരു തീകോളമുള്ളവൻ. ലോഹയിടാൽ തീരുമാനിച്ചപ്പോ മുതൽ ഇപ്പൊ ഇതാ ഈ മരണത്തിലും. എന്റെ കുഞ്ഞിനെ കുത്തി വളർത്തി വിളിച്ചത് പുറത്തോട്ട് പഠിക്കരുത്. പത്രപ്രസ്താവനകളും കവലപ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ ചോര പേരന്റെ കൈകൾ പിന്നിനൊളിപ്പിച്ചു വെച്ച് നടക്കുന്ന ചെന്നാക്കള്. എനിക്ക് അവന്റെ ഒക്കെ ചോര കാണണം. തനിക്കതിന് കഴിയും പഠിക്കണേ. അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂ. പത്രോസ് വരൂ, ഇരിക്കൂ. കേട്ടോ പണിക്കരെ, ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകരുതെന്ന് പാർട്ടി ക്ലാസുകൾ പഠിച്ച് ശീലിച്ച് പാലിച്ചു പോന്നവനാ ഞാൻ.
പക്ഷെ ഇന്നലെ രാവിലെ ഇയാൾ വന്നു കയറി എന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോ ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു. സിസ്റ്റർ അമലയുടെയും കാളിയറച്ചന്റെയും രക്തം ആരുടെ കയ്യിലാണ് പുരണ്ടിട്ടുള്ളതെന്ന് താൻ തിരിച്ചറിയണം. അത് മന്ത്രിസഭ മറിച്ചിടാനുള്ള മാമച്ചന്റെ പടയൊരുക്കത്തിന് മുമ്പായാൽ അത്രയും നന്ന്. സാറ് പാർട്ടി ക്ലാസ്സുകളിൽ വെച്ച് പഠിച്ച് ശീലിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് IPS ട്രെയിനിങ് ക്യാമ്പിലെ ക്ലാസ്സുകളിൽ നിന്ന് ഞാനും പഠിച്ചത്. ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കരുതെന്ന്. സാറിന്റെ മന്ത്രിസഭ എന്റെ ആവശ്യവും ഇദ്ദേഹത്തിന്റെ വേദനയും കണ്ണീരും എനിക്ക് ആവേശവുമല്ല. ചോര പുരണ്ടത് ഏത് വലിയ തമ്പുരാന്റെ കയ്യിലായിരുന്നാലും ആ തിരുമുഖം നോക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. വരട്ടെ സാർ. നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ പെരുമ്പറകൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് നേരമില്ല. കേരളം മുഴുവൻ മാമല മാമച്ചൻ ഉഴുതുമറിച്ചാലും നിന്റെ വായിൽ നിന്ന് അവസാന തുള്ളി രഹസ്യം വരെ നീ ഇവിടെ ഒഴുക്കിയിരിക്കും. അതുവരെ പടച്ചതമ്പരാൻ വിചാരിച്ചാൽ പോലും നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ഒക്കില്ല. പോളംപുന്ന ആരായി കാർലോസ്? എനിക്കറിയില്ല. 8 നേരം പ്രാർത്ഥിക്കുന്ന പാവം പുന്നശ്ശേരി തിരുമേനി മാത്രമേ നിനക്കറിയത്തുള്ളൂ അല്ലയോ? നിന്റെ ഓരോ രോമകൂപത്തിലും കാണാം എനിക്ക് കാർലോസിന്റെ മുഖം. ഈ 2 രക്തനാടികളൊന്ന് വലിച്ചുവിട്ടാൽ ഇവന്റെ തലയോട്ടിക്കകത്ത് ഒരു സൂര്യഗ്രഹണം നടക്കും. അടിഞ്ഞു കിടക്കുന്നതെല്ലാം ഇളകി ഒലിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. കാർലോസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അയാളെ ബോംബെ നിർത്തിയത് ഞാനല്ല. പിന്നെ ഏത് വിശുദ്ധനാ പോളച്ച? ഛർദിക്കടാ, പോരട്ടെ അവന്റെ പേരും മുഴുവൻ മേൽവിലാസവും. MLA മോനയ്യ. എന്തിനാ? അവന് സിസ്റ്റർ അമലയെയും കാളിയറച്ചനെയും ഇല്ലാതാക്കേണ്ട ഒരു ഘട്ടം വന്നു. എന്തിനാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞില്ല. മോനെ